വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. വടക്കാഞ്ചേരി ചരൽപ്പറമ്പിൽ 18ഓളം കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നതിന്റെ ഭാഗമായി റവന്യൂ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പട്ടയ മിഷനും അതിന്റെ ഭാഗമായ പട്ടയ അസംബ്ലികളുമായി ഓരോ മണ്ഡലത്തിലെയും ഭൂരഹിതരെ കണ്ടെത്തി അവരുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭൂമിയുടെ ഉടമകളാക്കി മാറ്റി ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ചരിത്ര നേട്ടം കൈവരിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി എന്ന മോഹവും ജനിച്ചു വളർന്ന മണ്ണിന് കൈവശാവകാശ രേഖ എന്ന സ്വപ്നവും യാഥാർത്ഥ്യമാക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി പതിറ്റാണ്ടുകളായി പട്ടയം ലഭിക്കാതിരുന്ന വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽപ്പെട്ട വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ചരൽപ്പറമ്പ് കന്നുകാലി മേച്ചിൽ ഇനത്തിൽപ്പെട്ട ഭൂമിയിൽ ഏകദേശം 60 വർഷത്തോളമായി താമസിച്ചു വരുന്ന 18ഓളം കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത്, ജൂനിയർ സൂപ്രണ്ട് സിൽവി, വടക്കാഞ്ചേരി വില്ലേജ് ഓഫീസർ ബിജു ചന്ദ്രൻ R എന്നിവരുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിൽ പ്രത്യേക സർവേ ഇതിനായി നിയോഗിച്ച് നടപടികൾ വേഗത്തിലാക്കുമെന്ന് തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് വ്യക്തമാക്കി. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽപ്പെട്ട കുമരനെല്ലൂർ വില്ലേജിലെ തെലുങ്കർ നഗറിലെ 41 കുടുംബങ്ങൾക്കും തെക്കുംകര വില്ലേജിലെ മലാക്ക നഗറിലെ 24 കുടുംബങ്ങൾക്കും മുണ്ടത്തിക്കോട് വില്ലേജിലെ കുമ്പാര നഗറിലെ 27 കുടുംബങ്ങൾക്കും കഴിഞ്ഞ പട്ടയമേളകളിൽ വെച്ച് പട്ടയം വിതരണം ചെയ്തിരുന്നു. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കന്നുകാലി മേച്ചിൽ പുറങ്ങളിലടക്കം താമസമാക്കിയ കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് നിലനിന്നിരുന്ന കാലതാമസവും വിവിധ തട്ടുകളിലുള്ള നടപടിക്രമങ്ങളും ഒഴിവാക്കി ജില്ലാ കളക്ടർമാർക്ക് തന്നെ പട്ടയം അനുവദിക്കുന്നതിന് അധികാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് തൃശൂർ താലൂക്കിലെ കോലഴി പഞ്ചായത്തിലെ വലിയപറമ്പ് പ്രദേശത്തെ 12 കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ നൽകുന്നത്. തുടർ പ്രവർത്തനങ്ങളുടെ ഫലമായി പതിറ്റാണ്ടുകളായി പട്ടയം ലഭിക്കാതിരുന്ന വരടിയം അംബേദ്കർ നഗറിലെ 97 പട്ടയങ്ങളും ഇത്തപ്പാറ നഗറിലെ 21 പട്ടയങ്ങളും അടക്കം മൊത്തം 530 പട്ടയങ്ങളുടെ വിതരണോദ്ഘാടനം ഓഗസ്റ്റ് 2 ശനിയാഴ്ച വൈകുന്നേരം 4:30 വരടിയം ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിൽ നടക്കുമെന്ന് MLA സേവ്യർ ചിറ്റലപ്പള്ളി പറഞ്ഞു. വരടിയത്ത് ആ പട്ടയമേള നടത്താനിടയായ കാരണം അവണൂർ ഗ്രാമപഞ്ചായത്തിലെ 130 കുടുംബങ്ങൾക്ക്, ഒന്ന് അംബേദ്കർ നഗർ, അതുപോലെ തന്നെ ഇത്തപ്പാറ നഗർ, മറ്റേ മയിലാടും കുന്ന്, ഇത്രയും സ്ഥലങ്ങളിലായി 10-50 കൊല്ലമായി പട്ടയം ലഭിക്കാത്ത ഭൂമിക്ക് 130 പേർക്കാണ് ആ പഞ്ചായത്തിൽ മാത്രം ഈ പട്ടയമേളയിൽ പട്ടയം നൽകുന്നത്. ഒപ്പം തന്നെ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ കോലഴിയിൽ പഞ്ചായത്തിൻ്റെ മേച്ചിൽപ്പുറം കളക്ടർക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടിയുള്ള പുതിയ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി കൊടുക്കുന്ന 12 പട്ടയം വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കോലഴിയിലെ പാമ്പൂര് പ്രദേശത്തുള്ള പട്ടയമാണ്. അതും അവിടെ വെച്ച് കൊടുക്കും. മൊത്തം 530 പട്ടയം തലപ്പള്ളി താലൂക്കിലെ മുനിസിപ്പാലിറ്റിയിലും തെക്കുംകര പഞ്ചായത്തിലും പ്ലസ് തൃശ്ശൂർ താലൂക്കിലെ 6 പഞ്ചായത്തുകളിലായിട്ട് കൊടുക്കുക. നേരത്തെ കൊടുത്തതിന് പുറമെയാണ്. അപ്പോൾ നമ്മുടെ ഈ ചരൽപ്പറമ്പ് പ്രദേശത്ത് ഇനിയും പട്ടയം ലഭിക്കാത്തവർ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിലാണ് വീണ്ടും ഇവിടെ നിന്ന് കിട്ടിയ അപേക്ഷ എടുത്ത് സർവേയർമാരും മറ്റൊക്കെ തന്നെ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. അത് പരിഹരിച്ച് ഇപ്പോൾ പട്ടയ മേളയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന നമ്മുടെ തലപ്പള്ളി തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുള്ള അപേക്ഷകരെ പ്രത്യേകമായി നോട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. പരമാവധി വേഗത്തിൽ, ഇനി 2-ാം തീയതിക്കുള്ളിലായില്ലെങ്കിൽ പോലും തിങ്കളാഴ്ച മുതലോ ചൊവ്വാഴ്ച മുതലോ സർവേയറെ വെച്ച് അളന്ന് തിട്ടപ്പെടുത്തി പട്ടയ ഫയൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക എന്നതാണ്. പ്രത്യേകമായി എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും പിന്നെ വീട്, എല്ലാവർക്കും ഭൂമിക്ക് രേഖ എന്ന ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.